ഇന്ന് നമ്മൾ ഒരു ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയതാണ് ഞാനും നന്ദുവും കൂടി. എൻ്റെ ഫാഷനും പടുതിയൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാറില്ല, അവൾ പറയുന്നതൊന്നും എനിക്കും ഇഷ്ടപ്പെടാറില്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മേടിച്ച് കൂട്ടി റിഗ്രറ്റ് അടിക്കൽ ഇവളുടെ ഒരു പരിപാടിയാണ്. അങ്ങനെ മേടിച്ചതാണ് ഈ ഹീൽസ്. എന്നിട്ട് നടക്കാൻ കൂടി കഴിയണില്ല. പിന്നെ എന്നെ വെച്ച് പരീക്ഷിക്കൽ ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കോലത്തിലാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നത് വേറൊരു കോലത്തിലായിരിക്കും. ഉള്ള ലിപ് ബാമും ഒക്കെ ഇട്ട് തന്ന്, ബ്ലഷൊക്കെ ഇട്ട് തന്ന്, കണ്ണൊക്കെ വലിച്ച് നീട്ടി എഴുതി, എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി, നീ ഇങ്ങനെ നടക്കുന്നതാണ് നല്ലത്, ഇപ്പം എന്ത് രസമാണെന്ന് നോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഈ കോലത്തിലാക്കിയെടുത്ത്. ഈ ഒരു തണ്ടല ഞങ്ങളെ സ്ഥിരം പരിപാടി ആയിരുന്നെങ്കിലും ഇപ്പം ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായി എവിടെയെങ്കിലും ഒന്നിച്ച് പോയിട്ടും. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അഞ്ചലത്തെ തന്നെ ഒരു ഫേമസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടായിരുന്നു വരുന്നത്. ഇവിടുത്തെ ഹൈപ്പൊക്കെ ഭയങ്കരമാണ് ബിരിയാണിക്ക് കൊടുക്കുന്നത്. ഓക്കെ ആയിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ കലോത്സവം കാണാൻ പോയിരുന്നു. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ അവൾ എന്നെ ഈ കോലത്തിലാക്കിയെടുത്ത്. ഇതിലൊന്നും ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഗായ്സ്. പക്ഷേ എന്നെക്കൊണ്ട് ഇടിപ്പിക്കും, അതാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ അവിടം വരെ പോയി, ബർത്ത്ഡേ കൂടി, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന സോനാപ്പിയെ ചുമ്മാ വിളിച്ച് വരുത്തി അവിടെ വൈബടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കേടാ ബൈ, ഇന്ന് അത്രയൊക്കെ ഉള്ളൂ.